ഹായ് ഓൾ, നെക്സ്റ്റ് ടോപ്പിക്കാണ് മൂവ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഈ ടോപ്പിക്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഒരു ദിവസം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പല ടൈപ്പ് മോഷൻസും എടുക്കുന്നുണ്ട് അല്ലേ. ഒരു എക്സസൈസിൻ്റെ സമയത്ത് നമ്മൾ പല ടൈപ്പ് മോഷൻസ് എടുക്കുന്നുണ്ട്. ഈ പല ടൈപ്പ് മോഷൻസ് കാരണം നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന മോഷൻസ്, നമ്മൾ എന്ത് ചെയ്യും, കൈകാലുകൾ, നമ്മുടെ കൈയും കാലൊക്കെ മൂവ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഓടും, ചാടും, അതുപോലെ തന്നെ നമ്മൾ ബെൻഡ് ചെയ്യും, വളയും, അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു കളിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മോഷൻസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലെ പേശികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ബേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പരിപാലനത്തിൽ ഈ മോഷന് വലിയ ഒരു പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് മൂവ്മെൻറ്റ് ആൻഡ് ഹെൽത്ത്. ഇതുവരെ നമ്മൾ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമ്മൾ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ചലനവും അതുപോലെ തന്നെ ആരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ഹെൽത്ത് കെയർ. നമ്മോട് ചോദിക്കുകയാണ്, ഹെൽത്ത് കെയറിൽ, അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള മോഷൻസ് ഉപയോഗിക്കാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടല്ലേ? യെസ്. ആർ വി മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് വൈൽ എക്സസൈസിങ്? നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ടൈപ്പ് മോഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഫൈൻഡ് എക്സസൈസസ് ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്ക് ദാറ്റ് യൂട്ടിലൈസ് വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ്. അപ്പം നിങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്കിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങളോട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. പ്രാക്ടീസ് ദം അറ്റ് ഹോം ആൻഡ് സ്കൂൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എക്സസൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലും അതുപോലെ തന്നെ എവിടെയും വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഹെൽത്തി പേഴ്സണായിട്ട് മാറാം. ഇനി അടുത്തത് ഫോഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്. ഫോഴ്സ് ഹിയർ, മൂവ്മെൻറ്റ് ദർ. ഫോഴ്സ് ഹിയർ, മൂവ്മെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബലം ഇവിടെ, ചലനം അവിടെ. ബലം ഇവിടെ, ചലനം അവിടെ. അതാണ് ഫോഴ്സ് ഹിയർ, മൂവ്മെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ബലം, നമ്മൾ ഒരു സ്ഥലത്ത് ബലം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചലനം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ആ ബലം കൊണ്ട് എന്തുണ്ടാക്കുന്നുണ്ട്, ചലനം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇവിടെ ബലം അവിടെ ചലനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ബലം ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് എന്തുണ്ടാവുന്നുണ്ട്, മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബലം അവിടെ ചലനം. നമ്മൾ ഇവിടെയാണ് ബലം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ചലനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചുറ്റുള്ള പല ഉപകരണങ്ങളും ഈ ഒരു ആശയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈക്കിൾ എടുക്കുക. അപ്പോൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. Can force applied in one place be made available in another place to make movement possible? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ബലം കാരണം വേറൊരു സ്ഥലത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഉണ്ടാവുന്നുണ്ട്. ആർ ദർ എനി ഇൻസ്ട്രുമെൻറ്റ് വർക്കിംഗ് ഇൻ ദീസ് വേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആണ് ചോദിക്കുന്നത്. ഉണ്ടല്ലേ? യെസ്. നമുക്കിവിടെ എന്താ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാം, ഒരു സൈക്കിൾ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാം. ലെറ്റ്സ് ചെക്ക് ദി മൂവ്മെൻറ്റ് ഓഫ് ബൈസിക്കിൾ. എന്നിട്ട് നമ്മളോട് പറയാണ് നമുക്ക് ബൈസിക്കിളിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. വിച്ച് ആർ ദി പാർട്ട് ഓഫ് എ സൈക്കിൾ? ഏതൊക്കെയാണ് പിന്നെ ഒരു ബൈസിക്കിളിൻ്റെ പാർട്സ്? നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് പാർട്സ്? പെഡലുണ്ട്, ബിഗ് ഗിയർ ഉണ്ട്, സ്മോൾ ഗിയർ ഉണ്ട്, ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വീലുണ്ട്. ഇതൊക്കെ സൈക്കിൾസിൻ്റെ പാർട്ടാണ് അല്ലേ. വൈൽ സൈക്ലിംഗ് വിച്ച് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ഒക്കർ ഇൻ ദി ഫോളോയിങ് പാർട്ട്? അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഈ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. പെഡൽ തന്നിട്ടുണ്ട്, ബിഗ് ഗിയർ, സ്മോൾ ഗിയർ, ചെയിന്, വീല്, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഏത് ടൈപ്പ് മോഷൻ ആണെന്നാണ് ഇനി നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ടൈപ്പ് മോഷനാണെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ബലം കാരണം മറ്റൊരു സ്ഥലത്ത് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെഡലിൽ നമ്മൾ ബലം കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പെഡലിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത്
കറങ്ങുന്നുണ്ട്? ആ ഒരു സൈക്കിളിൻ്റെ ടയർ ചക്രം കറങ്ങുന്നുണ്ട് അല്ലേ? അപ്പം പെഡലിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ബലം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരിടത്താണ് എന്ത് നടക്കുന്നത്? മറ്റൊരിടത്ത് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഏതാണ്? അതിൻ്റെ ടയർ, ചക്രങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, സൈക്കിളിൻ്റെ ഓരോ ഭാഗവും മൂവ് ചെയ്യുന്നതിന് ഓരോ ഭാഗത്തും ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തും വരുന്ന മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ സൈക്കിളിൻ്റെ പെഡലിൽ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മോഷനാണ് ഉണ്ടാവുന്നത്? സർക്കുലാർ മോഷനാണ് ഉണ്ടാവുന്നത്, വൃത്തചലനമാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ബിഗ് ഗിയറിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മോഷനാണ് ഉണ്ടാവുന്നത്? സർക്കുലാർ മോഷനാണ് ഉണ്ടാവുന്നത്. ഇനി സ്മോൾ ഗിയറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും സർക്കുലാർ മോഷനാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ചെയിനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയിനിൽ എന്ത് മോഷനാണ് ഉണ്ടാവുന്നത്? അവിടെ ലീനിയർ മോഷനാണ് ഉണ്ടാവുന്നത്. നമ്മൾ പെഡലിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ചെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ചെയിൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് മോഷനാണ് ഉണ്ടാവുന്നത്? ലീനിയർ മോഷനാണ് ഉണ്ടാവുന്നത്. ഇനി വീൽസിലാണെന്നുണ്ടെങ്കിലോ, വീൽസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മോഷനാണ് ഉണ്ടാവുന്നത്? സർക്കുലാർ മോഷനും അതുപോലെ തന്നെ റോളിംഗ് മോഷനുമാണ് ഉണ്ടാവുന്നത്. ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, വൈൽ സൈക്ലിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ പെഡൽ ഓഫ് ദി ബൈസിക്കിൾ. നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? പെഡലിലാണ്. വിച്ച് പാർട്ട് ഈസ് മൂവ്ഡ് ബൈ ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി പെഡൽ. നമ്മൾ ഈ പെഡലിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഏത് പാർട്ടാണ് മൂവ് ചെയ്യുന്നത്? ഒന്ന് എന്ത്? ചെയിന് മൂവ് ചെയ്യും, അതുപോലെ തന്നെ വീലും മൂവ് ചെയ്യും അല്ലേ? ഹൗ ഡസ് ഇറ്റ് മൂവ് ദി ടു വീൽസ് ആൻഡ് ദോർ ബൈ ദി ബൈസിക്കിൾ. എങ്ങനെയാണ് ഈ പെഡലിൽ ഫോഴ്സ് കൊടുക്കുന്നത് കാരണം രണ്ട് വീലും അതുപോലെ തന്നെ ആ ഒരു ബൈസിക്കിളും മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ പെഡലിൽ ബലം കൊടുക്കുന്ന സമയത്ത് ആ ബലം എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? ഗിയറുകളിൽ എത്തുന്നുണ്ട്. ഗിയറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഗിയറിന് ആ ഒരു ഫോഴ്സ് എവിടെ എത്തുന്നുണ്ട്? ആ ഒരു മൂവ്മെൻറ്റ് എവിടെ എത്തുന്നുണ്ട്? ചെയിനിൽ എത്തുന്നുണ്ട്. ചെയിനിന്ന് ആ മൂവ്മെൻറ്റ് എവിടേക്ക് എത്തുന്നുണ്ട്? ചെയിനിലൂടെ ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ടയറിലേക്ക് അല്ലെങ്കിൽ ചക്രങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് എന്ത് നീങ്ങുന്നത്? നമ്മുടെ ബൈസിക്കിള് സഞ്ചരിക്കുന്നത്, നമ്മുടെ സൈക്കിള് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പെഡലിൽ ബലം കൊടുക്കുന്ന സമയത്ത് ആ ബലം ഗിയറിലെത്തുന്നുണ്ട്, ഗിയറിന് അത് ചെയിനിലെത്തുന്നുണ്ട്, ചെയിനിന് അത് ടയറിലെത്തുന്നുണ്ട്, ടയറിൽ എത്തുന്ന സമയത്താണ് ടയർ കറങ്ങുന്നതും അതുപോലെ തന്നെ സൈക്കിള് മൂവ് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ബെൽറ്റും ഗിയറും ആക്സിൽസും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് മോഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? വുഡൻ പ്ലാങ്ക് വേണം. വുഡൻ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ മരത്തടി വേണം. അതാണ് ഇവിടെ ഈ ഒരു കാണിച്ചതാണ് മരത്തടി. ഇനി അടുത്തത് എന്ത് വേണം? 4 പ്ലാസ്റ്റിക് ലിഡ്സ് വേണം. ഇവിടെ കണ്ടില്ലേ, 4 പ്ലാസ്റ്റിക് ലിഡ്സ് വേണം. അതിൽ സെയിം സൈസുള്ള 2 വേണം. അപ്പോൾ നമ്മളിവിടെ എയും സിയും ആണ് സെയിം സൈസ് ഉള്ളത്. അതുപോലെ തന്നെ സ്മോൾ സൈസുള്ള ഒരു ലിഡ് വേണം, അതാണ് ഡി. അതുപോലെ തന്നെ ബിഗ് പ്ലാസ്റ്റിക് ലിഡും, ഒരു വലിയ പ്ലാസ്റ്റിക് ലിഡ് വേണം, അതാണ് ഇവിടുത്തെ ബി. അപ്പം സെയിം സൈസ് ഉള്ളത് എയും സിയും ആണ്. ഡി എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസാണ്, ബിഗ് സൈസ് ഉള്ളതാണ് ബി. പിന്നെ എന്ത് വേണം? 4 നെയിൽസ് എന്ന് പറഞ്ഞാൽ ആണികൾ വേണം. പിന്നെ 3 റബ്ബർ ബാൻഡും വേണം. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത്? 3 റബ്ബർ ബാൻഡ്. ഇനി ഇതെങ്ങനെയാണ് വെക്കണ്ടേ? ടേക്ക് 1 ലിഡ്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ സെയിം സൈസുള്ള 2 ലിഡുകളില്ലേ, അതിൽ ആദ്യത്തെ ലിഡാണ് എ. ആ ലിഡ് എന്ത് ചെയ്യുക? എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ ഈ ഒരു മരത്തടിയിൽ ഫിക്സ് ചെയ്യുക. മനസ്സിലായോ? അടുത്തത് എന്ത് ചെയ്യുക? അടുത്തത് സിമിലർലി അറേഞ്ച് ദി അതർ 3 പ്ലാസ്റ്റിക് ലിഡ് ബി സി ഡി ഇൻ എ ഫ്രീലി റൊട്ടേറ്റിംഗ് മാനർ യൂസിങ് നെയിൽ ആസ് ഷോൺ ഇൻ ദി പിക്ചർ. അപ്പം ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഈ എൻ്റെ നേരെ തന്നെ എന്ത് ഫിക്സ് ചെയ്യുക? സി ഫിക്സ് ചെയ്യുക. എന്നിട്ട് സീൻ്റെ ഇടത് സൈഡിൽ ബി ഫിക്സ് ചെയ്യുക, വലത് സൈഡിൽ ഡിയും ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെന്ത് ചെയ്യണം? ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അത് അനങ്ങാതെ നിൽക്കരുത്, അത് റൊട്ടേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഒന്ന് ഈ മരത്തടീൻ്റെ ഒരു എൻഡിലും, മറ്റത് എ എന്ന് പറയുമ്പോൾ നടുക്ക് ഒരു എൻഡിലും, മറ്റത് 3 മറ്റേ എൻഡിൽ ആണ് വരേണ്ടത്. ഈ ഫിഗർ കണ്ടില്ലേ? ഫിഗറിലുള്ളതുപോലെ. ഇനി അടുത്തത് പാസ് എ റബ്ബർ ബാൻഡ് ഫ്രം എ ടു ബി ആൻഡ് റൊട്ടേറ്റ് ദി ലിഡ് എ. എന്നിട്ട് നമ്മളോട് പറയുകയാണ് പാസ് എ റബ്ബർ ബാൻഡ് ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുക? ഒരു റബ്ബർ ബാൻഡ് പാസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് റൊട്ടേറ്റ് ദി ലിഡ് എ. എന്നിട്ട് എന്ത് ചെയ്യുക?
എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലിഡില്ലേ അതിങ്ങനെ കറക്കുക. ഡസ് ദി ലിഡ് ബി ആൾസോ റൊട്ടേറ്റ്? അപ്പോൾ ഈ ലിഡ് ബിയും റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് അല്ലേ? യെസ്. സിമിലർലി റിപ്പീറ്റ് ദി ആക്ടിവിറ്റി ബൈ അറേഞ്ചിങ് ദി റബ്ബർ ബാൻഡ് ടു സി ആൻഡ് ഡി. അതുപോലെ തന്നെ സിയിലും അതുപോലെ തന്നെ ഡിയിലും എന്ന് എന്ത് ചെയ്യുക, സിയിലേക്ക് ഒരു റബ്ബർ ബാൻഡ് അറ്റാച്ച് ചെയ്യുക, അതുപോലെ തന്നെ എന്ന് ഡിയിലേക്കും ഒരു റബ്ബർ ബാൻഡ് അറ്റാച്ച് ചെയ്യുക. കമ്പയർ ദി സ്പീഡ് ഓഫ് ദി റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഓഫ് ദി ലിഡ് ബി, സി ആൻഡ് ഡി ഇൻ ഈച്ച് കേസ്. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബിയിലും സിയിലും ഡിയിലും ഉണ്ടാവുന്ന റൊട്ടേഷൻ്റെ സ്പീഡ് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. വിച്ച് വൺ ഈസ് ദി ഫാസ്റ്റർ, വിച്ച് വൺ ഈസ് ദി സ്ലോവർ, ഏതാണ് ഫാസ്റ്റ് ഏതാണ് സ്ലോ എന്ന് നോക്കാനാണ് പറയുന്നത്. അടുത്ത ചോദിക്കുകയാണ് ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് വെൻ ദി സെയിം സൈസ്ഡ് ലിഡ്സ് എ സി ആർ റൊട്ടേറ്റഡ്. അപ്പം സെയിം സൈസിലുള്ള ലിഡായിട്ടുള്ള എയും സിയും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും മൂവ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്, ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഏതൊക്കെയാണുള്ളത്, ബിയും സിയും ഡിയും ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? എ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീനെയും സീനെയും അതുപോലെ തന്നെ ഡീനെയും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം എ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ബിയും സിയും ഡിയും റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താണ്, എനേക്കാളും വലിയ സൈസാണ് ബിക്കുള്ളത്, എൻ്റെ സെയിം സൈസാണ് സിക്കുള്ളത്, എനേക്കാളും ചെറിയ സൈസാണ് ഡിക്കുള്ളത്. അത് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇവിടെ തന്നിട്ടുണ്ട് വെൻ എ റൊട്ടേറ്റ് വൺസ്, എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സി റൊട്ടേറ്റ് വൺസ്, സി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, എക്കും അതുപോലെ തന്നെ സിക്കും എങ്ങനെയാണ് ഒരേ സൈസാണ്. അതുകൊണ്ട് എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും, സിയും ഒരു പ്രാവശ്യം അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? എയും സിയും സെയിം സൈസാണ്. അതുകൊണ്ട് തന്നെ എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിയും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഇവിടെ തന്നത് ഏതാണ്, ഡി റൊട്ടേറ്റ് മോർ ദാൻ വൺസ്. ഡി എന്ത് ചെയ്യുന്നുണ്ട്, എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എന്ത് ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പം എ വലുതാണ്, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എനേക്കാളും വലുതാണ് ഇത് ബി, രണ്ടാമത് പറയുന്നത് എന്താ, എനേക്കാളും ചെറുതാണ് ഡി. അപ്പോൾ എനേക്കാളും ചെറുതായതുകൊണ്ട് എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എന്ത് ചെയ്യും, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഇത് എയും ബിയും. അപ്പം എ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ബിയോ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. എ റൊട്ടേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവാണ് ബി റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, എനേക്കാളും വലുതാണ് ബി. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എയും ബിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനേക്കാളും വലുതാണ് ബി, അതുകൊണ്ട് എ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ബി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇനി എനേക്കാളും എൻ്റെ സെയിം ആണ് ഇത് സി, എൻ്റെ സെയിം ആണ് സി, സെയിം സൈസാണ് സി, അതുകൊണ്ട് തന്നെ എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ സിയും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തതാണ് എൻ്റെ ചെറുതാണ് ഡി, എനേക്കാളും ചെറുതാണ് ഡി. അപ്പം എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എന്ത് ചെയ്യും, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എ ഒരു പ്രാവശ്യം 1 റൊട്ടേഷനാണ്, ഇപ്പം എ 2 റൊട്ടേഷനാണ് എ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ബി എന്തേ കാണിക്കുള്ളൂ, 1 റൊട്ടേഷനെ കാണിക്കുള്ളൂ. ഇനി എ 2 റൊട്ടേഷൻ കാണിക്കുകയാണെങ്കിൽ ഡി എന്ത് ചെയ്യും, 3 റൊട്ടേഷൻ കാണിക്കും. ഇനി എ 2 ആണെന്നുണ്ടെങ്കിൽ സി എത്ര റൊട്ടേഷൻ കാണിക്കും, സിയും 2 റൊട്ടേഷൻ കാണിക്കും, കാരണം സെയിം ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ബീൻ്റെ അവിടെ എന്ത് ചെയ്താം, ബീൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്താം, ബി റൊട്ടേറ്റ് ലെസ് ദാൻ വൺസ്, ബി റൊട്ടേറ്റ് ലെസ് ദാൻ വൺസ് എന്ന് എഴുതാം. എ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സി റൊട്ടേറ്റ് വൺസ് എന്ന് അവിടെ തന്നിട്ടുണ്ട്. ഇനി ബി ആണെന്നുണ്ടെങ്കിലോ ബി റൊട്ടേറ്റ് ലെസ് ദാൻ വൺസ്, കാരണം എന്താ, ബീൻ്റെ സൈസ് കൂടുതലാണ്. ഇനി ഡി ആണെന്നുണ്ടെങ്കിൽ സൈസ് കുറവാണ്, എനേക്കാളും കുറവായതുകൊണ്ട് ഡി റൊട്ടേറ്റ് മോർ ദാൻ വൺസ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രാവശ്യം എ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സിയും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. കാരണം എന്താ, എയും സിയും ഒരേ വലുപ്പമാണുള്ളത്, അതുകൊണ്ട്. ഇനി അടുത്ത കേസാണ് എന്ത്, എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബി എന്ത് ചെയ്യും, ഒരു തവണ കുറവാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ബീൻ്റെ റൊട്ടേഷൻ കുറയും. കാരണം എന്താ, ബി എനേക്കാളും വലുതാണ്. ഇനി അടുത്തത് ഡി ആണെന്നുണ്ടെങ്കിലോ
എ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ തവണ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഡി. കാരണം എന്താ, ഡി എനേക്കാളും ചെറുതാണ്. ഇവിടെ എന്താണ് നമ്മളോട് പറയുന്നത്? ചെറിയ മൂടിയായിട്ടുള്ള ഡി എന്ത് ചെയ്യും, കൂടുതൽ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യും. വലിയ മൂടിയായിട്ടുള്ള ബി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സെയിം സൈസുള്ള മൂടിയാണെങ്കിലോ ഒരേ വേഗത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് പറഞ്ഞു തരുന്നത്, എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ്? വലിയ ചക്രം ഉപയോഗിച്ച് നമ്മൾ ചെറിയ ചക്രം തിരിക്കുമ്പോൾ വേഗം കൂടും. വലിയ ചക്രം ഉപയോഗിച്ചിട്ട് ചെറിയ ചക്രം തിരിക്കുമ്പം എന്ത് ചെയ്യും, വേഗം കൂടും. നമുക്ക് മനസ്സിലായില്ലേ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം? അതെ, മനസ്സിലായി. ഇനി അടുത്തത് എന്താ പറയുന്നത്? ചെറിയ ചക്രം ഉപയോഗിച്ചിട്ട് വലിയ ചക്രം തിരിക്കുമ്പം എന്ത് കുറയും, വേഗം കുറയും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വലിയ ചക്രം ഉപയോഗിച്ചിട്ട് ചെറിയ ചക്രം തിരിക്കുന്ന സമയത്ത് വേഗം കൂടും. ചെറിയ ചക്രം ഉപയോഗിച്ചിട്ട് വലിയ ചക്രം തിരിക്കുന്ന സമയത്ത് വേഗം എന്ത് ചെയ്യും, കുറയും. ഇത് തന്നെയാണ് നമ്മൾ സൈക്കിളിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേഗം ഗിയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേഗം കുറയുന്നത് എന്നും കൂടുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ ഗിയർ ഉപയോഗിച്ചിട്ട് വലിയ ഗിയറിനെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ ഗിയർ ഉപയോഗിച്ചിട്ട് വലിയ ഗിയർ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ചെറിയ ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് വലിയ ലിഡിനെ കറക്കിയ സമയത്ത് എന്താണ്, അവിടെ വേഗം കുറഞ്ഞു അല്ലേ, വേഗം കുറയും. അപ്പോൾ ചെറിയ ഗിയർ ഉപയോഗിച്ചിട്ട് വലിയ ഗിയർ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കുറയും, വേഗം കുറയും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേഗം കുറയുമെന്ന് മനസ്സിലായോ അല്ലേ? അപ്പോൾ വേഗം കുറയും. പക്ഷെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, നല്ല ഫോഴ്സ് കൊടുക്കണം. എന്നാലേ ഈ ചെറിയ ഗിയർ അല്ലെങ്കിൽ ചെറിയ ലിഡ് ഉപയോഗിക്കുന്ന കറക്കിയിട്ട് നമുക്ക് വലിയ ലിഡ് കറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബലം കൂടുതൽ കൊടുക്കണം. അതായത് ചെറിയ ഗിയർ ഉപയോഗിച്ചിട്ട് വലിയ ഗിയറിന് കറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ബലം കൊടുക്കണം. അപ്പം ഫോഴ്സ് നല്ലോണം അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മളൊരു സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക? നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് ചെറിയ ഗിയർ വലിയ ഗിയറിനെ കറക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നല്ലോണം ബലം കൊടുക്കുന്നില്ലേ നമ്മൾ കയറ്റം കയറുന്ന സമയത്ത്? അപ്പോൾ ആ സമയത്ത് എന്താ നടക്കുന്നത്, ചെറിയ ഗിയർ വലിയ ഗിയറിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നല്ല ബലം കൊടുക്കണം. അപ്പോൾ ഇതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത്, നമ്മളൊരു സൈക്കിള് ഒരു നേരെയുള്ള റോഡിലൂടെ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരെയുള്ള റോഡിലൂടെ വേഗത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഗിയറാണ് കൺട്രോൾ ചെയ്യുന്നത്? വലിയ ഗിയർ കറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് കറങ്ങുന്നത്, ചെറിയ ഗിയർ കറങ്ങുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? വലിയ ഗിയർ ഉപയോഗിച്ചിട്ട് ചെറിയ ഗിയറാണ് കറങ്ങുക. അപ്പോൾ നമ്മൾ നേരായ ഒരു നിരന്ന സ്ഥലത്തിലൂടെ സ്പീഡിൽ പോകുന്ന സമയത്ത് വലിയ ഗിയർ ഉപയോഗിച്ചിട്ട് എന്ത് കറങ്ങുന്നുണ്ട്, ചെറിയ ഗിയർ കറങ്ങും. അപ്പം നമ്മൾ ആ ലിഡിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കയ്യിലുള്ള എ എന്ന് പറഞ്ഞിട്ടുള്ള ലിഡിനേക്കാളും ചെറുതാണ് ഏത്, ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലിഡ്. അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ലിഡ് കറങ്ങുന്നതിനേക്കാളും കൂടുതൽ പ്രാവശ്യം എന്ത് കറങ്ങുന്നുണ്ട്, ആ ഒരു ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലിഡ് കറങ്ങുന്നുണ്ട്. കാരണം എന്താ, എനേക്കാളും ചെറുതാണെന്ത്, ഡി. അപ്പോൾ സ്പീഡ് കൂടണം എന്നുണ്ടെങ്കിൽ വലിയ ലിഡ് എന്തിനെ കൺട്രോൾ ചെയ്യണം, ചെറിയ ലിഡിനെ, അല്ലെങ്കിൽ വലിയ ഗിയർ ചെറിയ ഗിയറിനെ കൺട്രോൾ ചെയ്താലാണ് സ്പീഡ് കൂടുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്പീഡ് കൂടുന്ന സമയത്ത് വലിയ ഗിയർ ചെറിയ ഗിയറിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ വലിയ ഗിയർ കറങ്ങുന്ന സമയത്ത് ചെറിയ ഗിയർ എന്ത് ചെയ്യും, കൂടുതൽ തവണ കറങ്ങും. അങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കൂടും, വേഗത കൂടും. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്രയും പറഞ്ഞപ്പോൾ ഹാവിങ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗിയേഴ്സ് ആർ ഇൻവിറ്റബിൾ പാർട്സ് ഓഫ് ഫങ്ഷനിങ് ഓഫ് വെഹിക്കിൾ ആൻഡ് മെഷീനറി. അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഗിയറുകൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത അത്യാവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? യെസ്, മനസ്സിലായി. അപ്പം ഇനവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇനവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത അത്യാവശ്യമായിട്ടുള്ള എന്നൊക്കെ ആണ് മീനിങ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത പറയാണ്, ഇൻ എ ഗിയർ സിസ്റ്റം വീൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആർ യൂഷ്വലി യൂസ്ഡ്. ഒരു വീൽ സിസ്റ്റത്തിൽ ഗിയർ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് സൈസുള്ള വീൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ദീസ് സിസ്റ്റം ആർ യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ദി സ്പീഡ്. അപ്പം ഈ ഡിഫറെൻറ്റ് സൈസുള്ള വീൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ ഒരു സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ സ്പീഡ് കുറക്കാനും വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് സൈസുള്ള വീൽസ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളോട് പറയാണ്, ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യുക. വിച്ച് സിസ്റ്റം ഷുഡ് ബി യൂസ്ഡ് ടു ഡിക്രീസ് ദി സ്പീഡ്. ഏതാണ് സ്പീഡ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വിച്ച് വൺ ഫോർ ഇൻക്രീസിങ് ദി സ്പീഡ്. സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ. ഫസ്റ്റിൽ പിക്ചർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ എ എന്ന് പറയുമ്പം ചെറിയ വീലാണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? വലിയ വീലിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? സ്പീഡ് എന്താവും? സ്പീഡ് കുറയും. വലിയ വീല് ചെറിയ വീലിനെ കൺട്രോൾ ചെയ്യുമ്പം എന്ത് കൂടും? സ്പീഡ് ഇൻക്രീസസ്. മനസ്സിലായോ? അപ്പോൾ പിക്ചർ എയിൽ എന്താണ് കാണിക്കുന്നത്? ചെറിയ വീല് വലിയ വീലിനെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് എന്താവും? സ്പീഡ് കുറയും. സ്പീഡ് ഡിക്രീസ് ചെയ്യും. ഇനി അടുത്തത് എന്താണ്? വലിയ വീല് ചെറിയ വീലിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. വലിയ വീല് ചെറിയ വീലിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്പീഡ് കൂടും. സ്പീഡ് ഇൻക്രീസ് ആവും. ഓക്കെ, അടുത്തത്. We live in a dynamic world. All bodily process involves some form of movement that may be fast or slow. You have learned that force should be applied to move objects, change their direction, and stop moving objects. You have also understood how force applied in different place is transferred to another place to make the motion possible. You will learn more about motion and force in higher classes. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളോട് പറയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡൈനാമിക് ലോകത്താണ് എന്ന്. ഡൈനാമിക് ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചലനപരമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തെന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്തുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ ചലനം എന്താവും? വേഗത്തിലാവും, അല്ലെങ്കിൽ ചലനം എന്താവും? സ്ലോയിലാവും. ഒന്നെങ്കിൽ ഫാസ്റ്റായിട്ട് ചലനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ചലനം നടക്കുന്നുണ്ട്. അപ്പം ഒരു വസ്തുവിനെ നമുക്ക് നീക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ദിശ മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ നിർത്താനോ ഒക്കെ എന്ത് വേണം? ഫോഴ്സ് വേണം എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിക്കുന്നത്. ഒരു വസ്തുവിനെ നീക്കാൻ നമുക്ക് ഫോഴ്സ് വേണം, ഒരു വസ്തു മൂവ് ചെയ്യാൻ ഫോഴ്സ് വേണം, അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ നമുക്ക് എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. അതുപോലെ തന്നെ ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും നമുക്ക് എന്ത് വേണം? ഫോഴ്സ് വേണം, അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒരിടത്ത് ഉപയോഗിക്കുന്ന ബലം എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറപ്പെടും, അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറിയിട്ട് അതിലൂടെ എന്തുണ്ടാവുന്നുണ്ട്? ചലനം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ചലനം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ സൈക്കിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. താങ്ക് യു.